ചാലിയാർ പുഴയിലെ പരിശോധന ഇന്നത്തെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇന്നലെ അവസാനം ഒരു ശരീരഭാഗം കിട്ടിയത് പന്തീരാങ്കാവിനടുത്താണ്. എസ് കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തു നിന്ന് ഒരു 100-100 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കണ്ടെത്തിയ സ്ഥലം. അപ്പോൾ അതിനുള്ളിൽ വനമേഖലയുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഒഴുകി വരുന്ന വഴിയിൽ വനമേഖല അടക്കമുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ അതിവിശാലമായ വിശദമായ ഇൻറ്റൻസായ ഒരു പരിശോധന കൂടി വേണം. ഇന്നിപ്പോൾ സൈന്യമടക്കം ആ പരിശോധനയിൽ കടക്കുകയുമാണ്. എസ് കെ സമീർ ബിൻ കരീം ചേരുന്നുണ്ട് ചാലിയാർ പുഴയോരത്തും. സമീർ, ഏറ്റവും ഒടുവിലെ 2 ദിവസം മൃതദേഹം കണ്ടെത്തിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് മന്ദലക്കടവ് എന്ന് പറയുന്ന സ്ഥലം 96 കിലോമീറ്റർ അകലെയാണ്. പന്തീരാങ്കാവ് 100 കിലോമീറ്ററിന് അപ്പുറത്തേക്കാണ്. അപ്പോൾ ആ മേഖലയിൽ ഒന്നാകെ വനമേഖലയിലടക്കം പുഴയോരങ്ങളിലടക്കം അതിവിശദമായൊരു പരിശോധന ഇന്നോ നാളെയോ ഒക്കെ ഉണ്ടാകുമോ സമീർ? അത് തീർച്ചയായും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴുള്ളത് ചാലിയാർ പുഴയുടെ വാണിയമ്പുഴ എന്ന് പറയുന്ന മേഖലയിലാണ്. ഇവിടെ നമുക്ക് ചാലിയാർ പുഴ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ തിരച്ചിലിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 173 മൃതദേഹങ്ങളാണ് ഇതുവരെ ഇവിടെ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും 23 കിലോമീറ്ററോളം അകലെയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ ചെരുപ്പ്, അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ, വീടിൻ്റെ കട്ടിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാണാവുന്നതാണ്. അതായത് വയനാട്ടിൽ നിന്നും ഒഴുകി എത്തിയ സാധനങ്ങളാണ് ഇവയൊക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ചാലിയാർ പുഴയുടെ ഈ വലിയ കുത്തൊഴുക്കുന്ന പുഴയിൽ കാണുന്നുണ്ട്. ഈ പുഴ മുറിച്ച് കടന്ന് ഈ ഉൾപ്രദേശത്തുള്ള വനമേഖലയിലാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഈ പ്രദേശത്ത് തിരച്ചിലിനായി പോയി 8-10 കിലോമീറ്റർ എല്ലാത്തിനുള്ളിൽ കാൽനടയായി സഞ്ചരിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാൾ ഈ പ്രദേശവാസി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അക്കരെ കയറി കഴിഞ്ഞാൽ വഴിയില്ല. ആദ്യം ഈ ആദിവാസികളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർമാരും നടന്നു പോയിരുന്നത് പുഴ അരികിലൂടെ ആയിരുന്നു. ആ വഴികളെല്ലാം ഈ പ്രളയത്തിൽ തകർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന ആളുകൾ ഏതെങ്കിലും ഒരു കാട്ടിലൂടെ കയറിപ്പോയി നടന്നുണ്ടാക്കിയ വഴിയിലൂടെ ഈ ബോഡി കിലോമീറ്ററുകളോളം ഏറ്റിക്കൊണ്ടുവരുന്നത് ഭയങ്കര ദുഷ്കരമായ പ്രവൃത്തിയാണ്. ഒരു ബോഡി മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വരെ എത്തിക്കണമെങ്കിൽ തന്നെ അക്കരെ ഒരു ട്രാക്ടർ ഉണ്ട്. ആ ട്രാക്ടർ ഒരു 6 കിലോമീറ്റർ ഈ കാട്ടിലൂടെ ഈ പുഴയും ചാടി കടന്ന് പോകുള്ളൂ. അത് അവിടെ വരെ ആ ബോഡിയുമായി ഒരു ബോഡി എത്തിക്കണമെങ്കിൽ തന്നെ ഒരു 6-7 ആളും മാറി ഏറ്റിയെങ്കിലേ എത്തുള്ളൂ. സംഭവം അത്ര ദുഷ്കരമാണ് വഴി. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒരു വെള്ളം കിട്ടാനോ ഒരു ഭക്ഷണം എത്തിക്കാനോ ഒരു സംവിധാനം ഇവിടെ ഇല്ല. കാരണം കഴിയില്ല. ഭക്ഷണം ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പൊതി എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ട് ഒരു പാക്ക് ബ്രെഡോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമോ കൊണ്ടുപോകാനല്ലാതെ അവിടെ മേളിൽ വരെ ഒരാൾ നടന്ന് തിരിച്ചു വരണമെങ്കിൽ തന്നെ 3-4 പ്രാവശ്യം ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ബോഡികൾ കയറ്റിയിട്ടുള്ള വരവ് ഭയങ്കര ദുഷ്കരമാണ്. അതിപ്പോൾ അക്കരെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ആശ്വാസമായിട്ടുള്ളത് അവിടെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു. മറ്റേ ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ ഒരു ട്രാക്ടർ അവിടെ കുട്ടികളെ അങ്ങോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അവരെ യാത്രാ സൗകര്യത്തിന് വേണ്ടി വെച്ചൊരു ട്രാക്ടർ ഉണ്ടായിരുന്നു. ആ ട്രാക്ടർ ഉള്ളതുകൊണ്ട് അത് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ദൂരം ആ കാട്ടിലൂടെ കാലിലും ചാടിച്ച്, വഴിയൊന്നുമില്ല എന്നാലും അതിലൊക്കെ ചാടിച്ച് അവിടെ എത്തും. അങ്ങനെ എത്തിയതുകൊണ്ട് അത്രയെങ്കിലും ഒരു സൗകര്യമായി. അതിൻ്റെ മുകളിലോട്ടും ഒരുപാട് ദൂരം നടന്ന് അരണപ്പുഴ വരെ ഇന്നലെ ഞങ്ങൾ സെർച്ച് ചെയ്തു. ഈ അരണപ്പുഴ വരെ പോയി അതിൻ്റെ ഇപ്പുറത്തോട്ട് ഇനി ബോഡികൾ ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലോട്ട് ഉണ്ടോ എന്ന് ഇനി അറിയണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നേ വേണം. അരണപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാകും? ചുരുങ്ങിയത് ഒരു 7-8 കിലോമീറ്റർ 9 കിലോമീറ്റർ വണ്ടി ചെല്ലുന്ന അവിടുന്ന് അപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴാണ് ഈ കാടിലൂടെ എത്ര ദൂരമൊക്കെ പോകുന്നത്. ഇതിപ്പോൾ ഈ പുഴയ്ക്ക് അക്കരെ ആകെ വണ്ടി എന്ന് പറയുന്നത് ആ ട്രാക്ടർ മാത്രമേ ഉള്ളൂ. ആ ട്രാക്ടർ മാത്രമേ ഉള്ളൂ. അത് നെട്ടിക്കുളം AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ, കുറച്ച് ആളുകൾ, ആദിവാസികളായ വിദ്യാർത്ഥികളുണ്ട്. അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തൊരു വണ്ടിയാണ്. അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇത്ര ദിവസം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് മനസ്സിലാകുന്നത് ഇനി ഏത് തരത്തിലാണ് ഇന്നിവിടെ തിരച്ചിൽ നടക്കേണ്ടത് എന്നുള്ളതാണ്? തിരച്ചിൽ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അത് ഗുണകരമാകുന്നെന്ന് അറിയില്ല. ഇനി അരണപ്പുഴയുടെ മുകളിലോട്ട് മൃതദേഹം ഉണ്ടോയെന്ന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അറിയില്ല. കാരണം ഇവിടുന്ന് അരണപ്പുഴ വരെ പോയാൽ അങ്ങോട്ട് പോയിട്ട് റിട്ടേൺ തിരിച്ചു വരുമ്പോഴേക്കിന് രാത്രിയാവും. ഇന്നലെ അരണപ്പുഴ വരെ പോയി ഞങ്ങൾ തിരിച്ചു വന്ന് ഇക്കരെ കയറുന്ന സമയം 8:30 മണിക്കാണ്, രാത്രി 8:30 മണിക്ക്. ഇത് ആനകളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. അതും ഈ പരിചയമില്ലാത്ത നാട്ടിൽ നിന്ന് വന്ന ആളുകളും എല്ലാവരും കൊണ്ട് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ മലമ്പ്രദേശത്തുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആന വരുന്നതിൻ്റെ മണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഈ പുറത്തുനിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ഇതറിയില്ല. അതേപോലെ തന്നെ ചാലിയാർ പുഴ അവർക്ക് പരിചയം ഉണ്ടാവില്ല. ഇതിൻ്റെ ഈ ചാലിയാർ പുഴ മാത്രമല്ല ഇതിന് പ്രശ്നം. ഇത് അക്കരെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ചെറു തോടുകളും, വാണിയമ്പുഴ എന്ന് പറഞ്ഞ ഒരു പുഴ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചെറിയ തോടുകളുണ്ട്. അത് എവിടെ മഴ പെയ്താലും അതിൽ വെള്ളം കൂടി ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയാവും.
അത് നീലഗിരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കൂടുന്നില്ല. എവിടെ വയനാട് മേഖല നീലഗിരി ഡിസ്ട്രിക്റ്റിൽ എവിടെ മഴ പെയ്താലും ഈ പുഴയിലും ഈ തോടുകളിലും വെള്ളം കൂടും. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് മഴയില്ലെങ്കിലും മേളിൽ എവിടെയെങ്കിലും മഴ പെയ്താലും ഈ തോട്ടിൽ വെള്ളം കൂടും. അപ്പോൾ നമുക്കറിയില്ല അത് എപ്പോൾ വെള്ളം കൂടും എന്നുള്ളതോ ഒന്നും അറിയില്ല. അത് നമ്മൾ പോകുമ്പോൾ ഈ പരിസര പ്രദേശവാസികൾ പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെയൊക്കെ അറിയും. പക്ഷേ പുറത്തുനിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ഇപ്പോൾ ഇന്നലെ എൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് പൊന്നാനി തിരൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ ആയിരുന്നു. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ആളുകൾ കുടുങ്ങിപ്പോകാനുള്ള സാഹചര്യം വരെയുണ്ട്. ഇന്നലെ രാത്രിയിൽ പിന്നെ ബോട്ട് കേടായി കുറച്ച് ആൾ കുടുങ്ങിയ അവസ്ഥ ഉണ്ടായില്ല, പിന്നീട് രക്ഷപ്പെടുത്തിയെന്നു. ഇന്നലെ ഞങ്ങൾ 26 ആളാണെന്ന് തോന്നുന്നുണ്ട് അവിടെ വന്ന് നിന്നു. ഒരു ബോട്ട് അവിടെ നിന്ന് പോന്നു, കുറേ ഈ താഴെ വരെ എത്തി. ഒരു 1/2 കിലോമീറ്റർ ദൂരം ബോട്ട് കേടായിട്ട് അതിൻ്റെ ഫാന് നിലത്ത് തട്ടിയിട്ട് കല്ലിലെന്തോ തട്ടി അതിൻ്റെ ഫാന് പൊട്ടി. ലാസ്റ്റ് പങ്കായം വെച്ച് തുഴഞ്ഞാണ് അവർ കരക്കടിഞ്ഞ്. അത് കഴിഞ്ഞ് മെഷീനൊക്കെ മാറ്റി പിന്നെ വന്നപ്പോഴേക്ക് 8:30 മണിയായി ഞങ്ങൾ ഇക്കരെ കയറിയപ്പോൾ. അതിനിടെ ഈ വനത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ട്രാക്ടറും കേടായ ഒരു അവസ്ഥ ഉണ്ടായി. കെട്ടിവലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നല്ലേ? ട്രാക്ടർ എല്ലായിടത്തും റണ്ണിങ് പോകില്ല, കെട്ടി വലിച്ചും അതേമാതിരി ബാക്ക് ബോഡി ഊരി ഒഴിവാക്കി പിന്നെ തള്ളി പിടിച്ച് അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരാൻ എൻ്റെ കയ്യിലുണ്ട്. ഭയങ്കര ദുഷ്കരമാണ് യാത്ര. SKN ഏതായാലും ഇവിടെ രക്ഷാപ്രവർത്തനം സമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ കുത്തിയൊലിച്ച് വരുന്ന ഈ ചാലിയാറ് ബോട്ട് വഴി ഫയർഫോഴ്സിൻ്റെ ഒക്കെ തന്നെ ബോട്ട് ഇവിടെ ഉണ്ട്. ആ ബോട്ട് വഴി മുറിച്ച് അപ്പുറത്തേക്ക് കടന്ന് അവിടെ കിലോമീറ്ററുകളോളം കാടിലൂടെ സഞ്ചരിച്ച് വേണം ഈ ഉൾവനത്തിലേക്ക് പ്രവേശിക്കാൻ. അവിടെ നിന്നും മൃതദേഹമോ അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ അവ ചുമരിലേറ്റ് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ ഈ വാഹനം എന്ന് പറയുന്ന ഏക ട്രാക്ടർ മാത്രമേ ആ മറുവശത്തുള്ളൂ. ആ ട്രാക്ടറിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. സമീർ ബിൻ ഖരീമാണ് നമുക്കൊപ്പം ചേർന്ന്